ബലിപെരുന്നാൾ ആഘോഷിച്ച ഗൾഫ് നാടുകൾ UAE-യിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വിവിധയിടങ്ങളിൽ മലയാളത്തിലും പെരുന്നാൾ ഖുത്തുബ നടന്നു. UAE-യിലെ വിവിധ എമിറേറ്റുകളിൽ പുലർച്ചെ 5:50 മുതലായിരുന്നു പെരുന്നാൾ നമസ്കാരം നടന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് എല്ലായിടത്തും ഒരുക്കിയിരുന്നത്. ദുബായിലും ഷാർജയിലും അജ്മാനിലും ഇത്തവണയും മലയാളത്തിലുള്ള ഈദ്ഗാഹുകൾ സജ്ജമാക്കിയിരുന്നു. ദുബായ് കിസൈസിലെ വുഡ്ലം പാർക്ക് സ്കൂളിലെ ഈദ്ഗാഹിൽ പ്രാർത്ഥനയ്ക്ക് ജബൽ അലിയിലെ മസ്ജിദ് അൽ അൻസാറിലെ ഇമാം സാജിദ് ബിൻ ഷരീഫ് നേതൃത്വം നൽകി. അൽഖൂസിൽ അൽമനാറിന്റെ നേതൃത്വത്തിലുള്ള ഈദ്ഗാഹിൽ മൗലവി അബ്ദുൽ സലാം മോങ്ങം നേതൃത്വം നൽകി. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകിയത്. പരസ്പര സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം മുറുകെ പിടിക്കണമെന്ന് ഹുസൈൻ സലഫി പറഞ്ഞു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൽ പോലും അതിന് സമാധാനമാണ്. എല്ലായിടങ്ങളിലും സമാധാനമാണ്. ആ സമാധാനത്തിൻ്റെ ജീവിക്കുന്ന മാതൃകകളായി മാറുവാൻ എല്ലാ അർത്ഥത്തിലും നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ഈ സമാധാനത്തിൻ്റെ ഈദുൽ അദ്ഹയുടെ ആശംസകൾ ചൊരിയുന്നു. വിവിധയിടങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിൽ UAE ഭരണാധികാരികളും പങ്കെടുത്തു. ഭരണാധികാരികൾ സ്വദേശികൾക്കും വിദേശികൾക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഒമാനിൽ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് നിസ്വയിലെ സുൽത്താൻ ഖാബൂസ് മസ്ജിദിൽ ബലിപെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഖത്തർ ഭരണാധികാരി ലുസൈൽ പ്രാർത്ഥനാ മൈതാനിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിലാണ് പങ്കെടുത്തത്. ഇനി വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ വെടിക്കെട്ട് അടക്കമുള്ള ആഘോഷ പരിപാടികൾ ഇന്നും വരും ദിവസങ്ങളിലും അരങ്ങേറും. 24 ദുബായ്. ഹജ്ജ് കർമ്മങ്ങൾ 3-ാം ദിവസത്തിലേക്ക് കടന്നു. തീർത്ഥാടകർ മിനായിലെ തമ്പുകളിൽ തിരിച്ചെത്തി. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കേറിയ ദിവസമാണിന്ന്. ഇന്നലെ പകൽ അറഫയിലും രാത്രി മുസ്ദലിഫയിലും കഴിഞ്ഞ ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് രാവിലെ മിനായിൽ തിരിച്ചെത്തി ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിച്ചു. ഇന്നലെ മുസ്ദലിഫയിൽ നിന്നും ശേഖരിച്ച കല്ലുകളാണ് ജംറയിൽ എറിയുന്നത്. 3 ജംറകളിൽ ജംറത്തുൽ അഖബ എന്ന വലിയ ജംറയിൽ മാത്രമാണ് ഇന്ന് കല്ലേർ കർമ്മം നിർവഹിക്കുന്നത്. പ്രധാന കർമ്മമായ അറഫ സംഗമം ഉൾപ്പെടെ ഇതുവരെയുള്ള കർമ്മങ്ങൾ സുഗമമായി നിർവഹിക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് തീർത്ഥാടകർ. കനത്ത ചൂടിലും ഹാജിമാർ വളരെ സന്തോഷത്തോടു കൂടി പാപ പൊറുക്കലിന് തേടുന്ന ദുആയിൽ വെയിലിനെ വകവയ്ക്കാതെ ടെന്റുകളിൽ നിന്ന് പുറത്തിറങ്ങിയും മറ്റും വളരെ സന്തോഷത്തോടെയും പ്രാർത്ഥനയിലുമാണ് ഒരു നവജാത ശിശുവിനെ പോലെ പാപമുക്തി നേടി. ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണിന്ന്. ജംറയെ കല്ലെറിയുക, മക്കയിൽ പോയി ഹജ്ജിന്റെ തവാഫ് ചെയ്യുക, ബലി നൽകുക, മുടിയെടുക്കുക തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ഇന്നാണ് നിർവഹിക്കുന്നത്. കൂടാതെ പുരുഷന്മാർ ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിക്കും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ഹജ്ജിന്റെ തൽബിയത്തിന് പകരം പെരുന്നാളിന്റെ തക്ബീർ ധ്വനികൾ മുഴക്കി തുടങ്ങി. നാളെ മുതൽ 3 ദിവസം തീർത്ഥാടകർ 3 ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. 16 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്നത്. പഴുതടച്ച പരിശോധന കാരണം ഇത്തവണ അനധികൃത തീർത്ഥാടകരുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു. ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തവരെ പിടികൂടാൻ മക്കയിലേക്കുള്ള വഴികളിൽ നടക്കുന്ന അനേകം പരിശോധനകളിലൊന്നാണിത്. 2 ടിപ്പർ ലോറികളിലായി വിസിറ്റ് വിസയിലുള്ള 99 വിദേശികളെ ഒളിപ്പിച്ച് മക്കയിലേക്ക് കടത്താനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. ഇങ്ങനെ മുൻ വർഷങ്ങളെക്കാൾ ശക്തമായ പരിശോധനയാണ് മക്കയിൽ ഇത്തവണ നടക്കുന്നത്. അറഫ സംഗമം കഴിഞ്ഞിട്ടും മക്കയിൽ പരിശോധന തുടരുകയാണ്. മുൻ വർഷങ്ങളിൽ എല്ലാ പരിശോധനകളെയും മറികടന്ന് നിരവധി അനധികൃത തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ മരണത്തിന് ഇത് കാരണമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണ നിയന്ത്രണം ശക്തമാക്കിയത്. അറഫയിലും മിനായിലും അനധികൃത തീർത്ഥാടകർ തമ്പടിച്ചിരിക്കുന്ന പഴയ കാഴ്ചകൾ ഈ വർഷമില്ല. ഹറംപള്ളി ഉൾപ്പെടെ പുണ്യസ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും നുസുക്ക് കാർഡ് പരിശോധന നടക്കുന്നുണ്ട്. അതേസമയം 16,73,230 തീർത്ഥാടകർ ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 15,06,576 തീർത്ഥാടകർ വിദേശത്ത് നിന്നെത്തി. 1,66,654 പേർ ആഭ്യന്തര തീർത്ഥാടകരാണ്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. കുവൈത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ 57 ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ഈദ് അവധിക്കാലത്ത് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹി
കുവൈറ്റിൽ പ്രാദേശിക സമയം രാവിലെ 5:03 പെരുന്നാൾ നമസ്കാരം നടന്നത്. വിവിധ ഗവർണറേറ്റുകളിലായി തയ്യാറാക്കിയ 57 ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ഗ്രാൻഡ് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഭരണ ഉദ്യോഗസ്ഥ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലും വിവിധ സ്ഥലങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് വിവിധ ഗവർണറേറ്റുകളിൽ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു. അബ്ബാസിയയിൽ നടന്ന നമസ്കാരത്തിന് അൻവർ സയ്യിദ് നേതൃത്വം നൽകി. അള്ളാഹുവിന് ആവശ്യമുള്ളത് നിങ്ങളുടെ ത്യാഗസന്നദ്ധതയും തഖ്വയുമാണ് എന്ന് ജനങ്ങളിലേക്ക് അത് ആവശ്യക്കാരിലേക്ക് എത്തി അവരെ കൂടി പെരുന്നാൾ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ആഘോഷിക്കാൻ പ്രാപ്തമാക്കുകയാണ് ഈ ഈദുൽ ഫിത്തറിലെ ഫിത്തർ സക്കാത്തും ഈദുൽ അദ്ഹയിലെ ബലിമാംസവും വിതരണം ചെയ്തുകൊണ്ട് സാധ്യമാക്കുന്നത്. ബലിപ്പെരുന്നാൾ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് അലവി സക്കാഫി തെഞ്ചേരി ഓർമ്മിപ്പിച്ചു. ത്യാഗം, സഹനം, സാഹോദര്യം, ഐക്യം, മാനവികത എന്നിവയാണ് ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശം. ഈ സന്ദേശങ്ങളെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ഈദ് അവധിക്കാലത്ത് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിവിധ ഗവർണറേറ്റുകളിലായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം 47 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനക്ഷമമാക്കി. ഇതിൽ 22 കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈദ് അവധിക്കാലത്ത് കുവൈറ്റ് എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ഏകദേശം 2,36,000 വരുമെന്ന് DGCA വ്യക്തമാക്കി. 1,737 ഫ്ലൈറ്റുകളാണ് ഈ സമയത്ത് സർവീസ് നടത്തുന്നത്. ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി കമ്മ്യൂണിറ്റി ഈവൻറ്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബ സൗഹൃദ സംഗമങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. ജലിൻ ത്രിപ്രയാർ, 24 കുവൈറ്റ്. ഒമാനിലെ വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണകൾ പുതുക്കി ഒമാനിലെ വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഒമാനിൽ കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തവണത്തെ ബലിപെരുന്നാൾ ആഘോഷങ്ങൾ. ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ അതിരാവിലെ തന്നെയായിരുന്നു പെരുന്നാൾ നമസ്കാരങ്ങളും ഈദ്ഗാഹുകളും നടന്നത്. പെരുന്നാൾ നമസ്കാരത്തിനും ഈദ്ഗാഹിനുമായി വിപുലമായ സൗകര്യങ്ങളാണ് ഒമാനിൽ ഒരുക്കിയിരുന്നത്. മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാഹുകൾ നടന്നു. ഈദ്ഗാഹിന് നാട്ടിൽ നിന്നെത്തിയ പണ്ഡിതന്മാരാണ് നേതൃത്വം നൽകിയത്. ഈ പ്രവാസ ലോകത്ത് പ്രത്യേകിച്ചും പെരുന്നാളിൻ്റെ ഈദിൻ്റെ സമയത്ത് ഒരുമിച്ച് കൂടുവാനും പരസ്പരം കാണുവാനും അതുപോലെ തന്നെ കൂട്ടായ്മകൾക്കൊക്കെ പറ്റുന്ന ഒരു വലിയ ഒരു സംഭവമാണിത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ, ഇങ്ങനെ ഒരു ഈദ്ഗാഹിൽ പങ്കെടുക്കുവാൻ പറ്റുന്നതിൽ. കേരള ഇസ്ലാമിക് അസോസിയേഷൻ മബേല ഘടകം നടത്തിയ ഈദ്ഗാഹിൽ നൌഷാദ് എടപ്പാൾ നേതൃത്വം നൽകി. ഗാല റുസൈക്കി ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിച്ചു. സാഹോദര്യം പങ്കിടലും വിഭാഗീയതയില്ലാതെ മനുഷ്യരെ ചേർത്ത് പിടിക്കലുമാണ് ഈദിന്റെ സന്ദേശമെന്നും ഗസയടക്കം ലോകത്ത് അങ്ങോളം ഇങ്ങോളം പീഡനം അനുഭവിക്കുന്ന ജനങ്ങളോട് ഐക്യദാർഢ്യം പങ്കിട്ടുകൊണ്ടാകണം ഈദ് ആഘോഷിക്കേണ്ടതെന്നും പ്രമുഖ പണ്ഡിതൻ VP ഷൗക്കത്ത് അലി പറഞ്ഞു. ഒമാൻ എന്ന് പറയുന്ന ഈ രാജ്യത്ത് സാഹോദര്യത്തിൻ്റെ സമഭാവനയുടെ ഒരു നാട് കൂടിയാണ്. ആ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയണമെന്നാണ് ഈദ്ഗാഹകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈദിൻ്റെ ദിനത്തിൽ പാവങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പൊരുതുന്ന ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ആഘോഷിക്കാം. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് നിസ്വയിലെ സുൽത്താൻ ഖാബൂസ് മസ്ജിദിലാണ് ബലിപെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത്. രാജകുടുംബാംഗങ്ങൾ, അൽ ബുസൈദി കുടുംബം, മന്ത്രിമാർ, ഉപദേഷ്ടാക്കൾ, സുൽത്താന്റെ സായുധ സേനയുടെ കമാൻഡർമാർ, റോയൽ ഒമാൻ പോലീസ്, മറ്റ് സുരക്ഷാ ഏജൻസികൾ തുടങ്ങി നിരവധി പ്രമുഖർ പ്രാർത്ഥനകളിൽ പങ്കാളികളായി. വിശ്വാസി സമൂഹം ബലികർമ്മം നിർവഹിച്ചും സുഹൃത്തുക്കളും ബന്ധുക്കളുമായി സ്നേഹബന്ധം പുതുക്കിയുമാണ് പെരുന്നാൾ ആഘോഷിച്ചത്. 24 ഒമാൻ. ബലിപെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികൾ. പുത്തൻ പുടവകളും അത്തറും വാങ്ങാൻ കടകളിൽ തിരക്കേറുകയാണ്. പെരുന്നാൾ നിസ്കാരത്തിന് പള്ളികളും ഒരുങ്ങി. ഗൾഫ് നാടുകൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. UAE പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു.
ബലിപെരുന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളാണ് എങ്ങും. പുതിയ വസ്ത്രങ്ങളണിഞ്ഞും മൈലാഞ്ചിയിട്ടും പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ്. എല്ലാവരും കുടുംബത്തോടെ എത്തുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തിരക്ക്. പുത്തൻ മോഡലുകളുമായി വസ്ത്രാലയങ്ങൾക്കൊപ്പം ആഭരണശാലകളും ചെരുപ്പുകടകളും അത്തർകടകളും സജീവം. ഷറായി പോകുന്നു. എല്ലാ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരുടെ മാതിരി തന്നെ പർച്ചേസിങ്ങിലാണ്. ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാം കിട്ടും, അതാണ് ഒരു പ്രത്യേകത. ഷർട്ട്, പാന്റ്, ചുരിദാർ, പർദ്ദ, സാരി തുടങ്ങി എല്ലാത്തിനും ആവശ്യക്കാരുണ്ട്. ബിരിയാണി ഉണ്ടാക്കണം, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം. ഡ്രസ്സ് കുറേ വാങ്ങിയിട്ടുണ്ട്, മക്കൾക്കുള്ള ഡ്രസ്സ് വാങ്ങും. വിവിധ വർണ്ണങ്ങളിൽ കൗതുകം ഉണർത്തുന്ന ശേഖരമാണ് കുട്ടികൾക്കുള്ളത്. വിവിധയിടങ്ങളിൽ നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിന് പ്രമുഖ ഇമാമുമാർ നേതൃത്വം നൽകും. പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗസ്മരണകളുമായി വിശ്വാസികൾ പെരുന്നാളിനുള്ള ഒരുക്കത്തിലാണ്. ബലികർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങളും തകൃതി. കോഴിക്കോട് നിന്ന് ഷിജു ചവർക്കൊപ്പം സമീസ് മുഹമ്മദ്, 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തൃശൂർ കുട്ടനെല്ലൂരിൽ ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം. ശാന്തി റോഡിൽ ഹരിതകർമ്മസേനയുടെ സംഭരണ കേന്ദ്രത്തിലെത്തിയ യുവാക്കൾ സ്ത്രീകളെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിവരങ്ങളുമായി സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, ഈ ലഹരി എത്രത്തോളം തലച്ചോറിനെ ബോധശൂന്യമാക്കുമെന്നുള്ളതിന് തെളിവാണല്ലോ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ. എന്തായിരുന്നു സംഭവം? വിവരങ്ങൾ. ക്രിസ്റ്റിന, തീർത്തും ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തൃശൂർ കുട്ടനെല്ലൂർ ശാന്തി റോഡിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന സംഭരണ കേന്ദ്രത്തിലാണ് യുവാക്കൾ മദ്യപിച്ചെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. സ്ത്രീകളെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. പിടിച്ചുമാറ്റാൻ വരുന്നവരെ പോലും വലിയ രീതിയിൽ അസഭ്യം മുഴക്കി. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളോട് തീർത്തും കൊലവിളി നടത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പോലീസിന് വിവരം അറിയിച്ചു. അങ്ങനെ ഒല്ലൂർ പോലീസ് എത്തി ഈ ഭീഷണിപ്പെടുത്തിയവരെ കസ്റ്റഡിയിലെടുത്തു. പുഴമ്പള്ളം സ്വദേശിയായിട്ടുള്ള അമൽ, അതോടൊപ്പം തന്നെ പടവരാട് സ്വദേശിയായിട്ടുള്ള സിബി എന്നിവരെയാണ് ഈ അതിക്രമത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ഇവർക്കെതിരെ കേസെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇരുവരും നേരത്തെയും മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ഈ മദ്യപിച്ചെത്തി വലിയ രീതിയിൽ ആക്രോശിക്കുകയും അതിക്രമം നടത്താനും ഒക്കെ ശ്രമിച്ചിരിക്കുന്നത്. പോലീസ് ഈ കസ്റ്റഡിയിലെടുത്ത് കേസെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് ഈ പ്രതികളെ. ക്രിസ്റ്റിന, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ വേതനം വർദ്ധിപ്പിച്ചു. UGC യോഗ്യതയുള്ള ഗസ്റ്റ് അധ്യാപകർക്ക് പ്രതിദിനം 2200 രൂപ നിരക്കിൽ ഒരു മാസം പരമാവധി 50,000 രൂപ ലഭിക്കും. UGC യോഗ്യതയില്ലാത്ത അധ്യാപകർക്ക് പ്രതിദിനം 1800 രൂപ നിരക്കിൽ ഒരു മാസം പരമാവധി 45,000 രൂപയായും വേതനം വർദ്ധിപ്പിച്ചു. നേരത്തെ 43,750 രൂപയായിരുന്നു പരമാവധി വേതനം ലഭിച്ചിരുന്നത്. UGC ശമ്പള പരിഷ്കരണത്തെ തുടർന്ന് ഗസ്റ്റ് അധ്യാപകരുടെയും വേതനം കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നൽകിയ അപേക്ഷകളിലാണ് തീരുമാനം. പാകിസ്ഥാനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കശ്മീരിൽ. പാകിസ്ഥാൻ മാനവികതയ്ക്ക് എതിരാണെന്നും കശ്മീരിന്റെ വികസനം തടയാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെത്തിയത്. പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി ഒരു മാസം പൂർത്തിയാകുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം. ഓപ്പറേഷൻ സിന്ദൂർ ആത്മനിർഭർ ഭാരതത്തിന്റെ ശേഷി വ്യക്തമാക്കിയെന്ന് ഖത്രയിലെ റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. മാനവികതയുടെ എതിർപക്ഷത്താണ് പാകിസ്ഥാൻ. ഭീകരത പടർത്താനും ഇന്ത്യയിൽ കലാപമുണ്ടാക്കുകയുമാണ് പാക് ശ്രമമെന്നും പ്രധാനമന്ത്രി. हमारे पड़ोस का देश मानवता का विरोधी वो ऐसा देश है. പാക് ഭീകരർക്കും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ജമ്മു കാശ്മീരിന്റെ വികസനം മുടങ്ങില്ലെന്നും മുടക്കാൻ ശ്രമിക്കുന്നവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും മോദി. नरेंद्र मोदी का वायदा है, मैं यहाँ विकास को रुकने नहीं दूंगा. यहाँ के नौजवानों को सपने पूरा करने से कोई भी बाधा. ജമ്മു കാശ്മീരിൽ 46,000 കോടിയുടെ വിവിധ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിട്ടു. പാക് ഷെൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഷെൽ ആക്രമണത്തിൽ വീട് പൂർണ്ണമായി തകർന്നവർക്ക് 2 ലക്ഷം രൂപയും ഭാഗികമായി തകർന്നവർക്ക് 1 ലക്ഷം രൂപയും നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. 24 ഡൽഹി.
ജമ്മുകാശ്മീരിന്റെ യാത്രാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ആർച്ച് പാലവും കേബിൾ പാലവും രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയ്ക്കും ഇന്ന് തുടക്കം കുറിച്ചു. കശ്മീരിൽ വികസനത്തിന്റെ പുതുയുഗമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബിലേത്. ജമ്മുകശ്മീരിലെ താപനില വ്യതിയാനങ്ങൾ തരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മാണം. ഈഫൽ ടവറിനെയും കുത്തബ് മീനാറിനേക്കാളും ഉയരം. പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാം. 260 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റിനെ ചെറുക്കാനുള്ള ശേഷി ഉൾപ്പെടെ ഒട്ടേറെ സവിശേഷതകളാണ് ഈ ആർച്ച് ബ്രിഡ്ജിന് ഉള്ളത്. ഉദ്ഘാടനത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർച്ച് ബ്രിഡ്ജ് സന്ദർശിച്ച് വിലയിരുത്തി. രാജ്യത്തെ ആദ്യ കേബിൾ പാലമായ അഞ്ചി ബ്രിഡ്ജും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശിവാലിക് പിർപ്പഞ്ചൽ മലനിരകളിലൂടെ നിർമ്മിച്ച ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ പാതയിലാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ. ये जम्मू कश्मीर के नए सामर्थ्य की पहचान है. भारत के नए सामर्थ्य का जयघोष है. രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും കശ്മീർ താഴ്വരയിലേക്ക് ട്രെയിൻ സർവീസ് സാധ്യമാകും. കശ്മീർ താഴ്വരയെ ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ജമ്മു താവി ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 24 ഡൽഹി. ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരികയെന്ന് നോക്കാം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പേർക്ക് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാർലിങ്ക് മുന്നോട്ടു പോകുന്നത്. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ വിന്യസിച്ചിട്ടുള്ള 7556 ചെറു ഉപഗ്രഹങ്ങൾ വഴിയാണ് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം നൽകുന്നത്. അധികം വൈകാതെ ഇത് 12,000 ചെറു ഉപഗ്രഹങ്ങളായി വർദ്ധിപ്പിക്കും. സാധാരണ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിനാവശ്യമായ കേബിളുകളോ ടവറുകളോ സ്റ്റാർലിങ്കിന് ആവശ്യമില്ല. പകരം ഉപയോക്താക്കൾക്ക് ഒരു ചെറിയ സാറ്റലൈറ്റ് ഡിഷ് അഥവാ സ്റ്റാർലിങ്ക് ടെർമിനലും റൗട്ടറും ലഭിക്കും. ഈ ഡിഷ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിക്കുകയും റൗട്ടർ വഴി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുകയും ചെയ്യുന്നു. കേബിൾ ശൃംഖലകൾ എത്തിച്ചേരാൻ പ്രയാസമുള്ള വിദൂര ഗ്രാമപ്രദേശങ്ങളിലും ദുർഘടമായ പ്രദേശങ്ങളിലും സ്റ്റാർലിങ്കിന് ഇന്റർനെറ്റ് ലഭ്യമാക്കാനാകും. 220 Mbps വരെ വേഗത സ്റ്റാർലിങ്ക് വാഗ്ദാനം ചെയ്യുന്നു. പ്രകൃതി ദുരന്തങ്ങൾ കാരണം സാധാരണ ഇന്റർനെറ്റ് ശൃംഖലകൾ തകരുമ്പോൾ സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനം നിർണായകമാകും. എന്നാൽ സ്റ്റാർലിങ്ക് സേവനങ്ങളുടെ പ്രാരംഭ ചെലവ് കൂടുതലായിരിക്കും. ഡിഷിനും റൗട്ടറിനും ഏകദേശം 25,000 മുതൽ 35,000 രൂപ വരെ വില വരും. പ്രതിമാസ പ്ലാനുകൾക്കും നിലവിലെ ബ്രോഡ്ബാൻഡ് സേവനങ്ങളെക്കാൾ ഉയർന്ന നിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന നിലയിൽ സ്റ്റാർലിങ്ക് സേവനങ്ങൾ ലഭ്യമാക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ യഥാർത്ഥ വിജയം. വൺവെബ്, റിലയൻസ് ജിയോ തുടങ്ങിയ കമ്പനികൾക്ക് ശേഷം ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം നൽകാൻ അനുമതി ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. റിസർച്ച് ഡെസ്ക് 24. രാജ്ഭവനിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദത്തിന് പിന്നാലെ ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPI രാഷ്ട്രപതിക്ക് അയച്ച കത്തിലാണ് ഈ ആവശ്യം. RSS ചിത്രത്തിനു മുന്നിൽ കുമ്പിട്ട് നിൽക്കാൻ സർക്കാർ എത്തുമെന്നത് ഗവർണറുടെ വ്യാമോഹം മാത്രമാണെന്ന് മന്ത്രി P. പ്രസാദ് 24നോട് പറഞ്ഞു. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റാനാണ് ശ്രമമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. പരിസ്ഥിതി ദിനാഘോഷത്തിനു മുൻപ് കാവി പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവന്റെ ആവശ്യം രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. ആവശ്യം ന്യായീകരിച്ച് ഗവർണർ രംഗത്ത് വന്നെങ്കിലും പിന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറല്ല. സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിൽ വഴങ്ങില്ലെന്നാണ് സർക്കാരിന്റെ ഉറച്ച നിലപാട്. ദേശീയ പതാക ഇല്ലാത്തൊരു ഭാരതാംബ RSSന്റെ ചിത്രമാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കാൻ ഞങ്ങളെ കിട്ടുമെന്നുള്ളത് ഗവർണറുടെ തെറ്റിദ്ധാരണയും വ്യാമോഹവും മാത്രമാണ്. ഇവിടെ പ്രശ്നം RSS ചിത്രം ഭാരതാംബ എന്ന പേരിൽ
ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അത് കേരള ഗവൺമെൻറ് അംഗീകരിക്കുകയില്ല, കേരളം അംഗീകരിക്കില്ല. ഭാരതാംബ വിവാദത്തിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന CPI ഗവർണറെ തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് പാർട്ടിയുടെ രാജ്യസഭാകക്ഷി നേതാവ് P. സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്തയച്ചു. ഗവർണർ പദവി തന്നെ അനാവശ്യമാണെന്നാണ് പാർട്ടി നിലപാടെന്ന് നേതൃത്വവും വ്യക്തമാക്കി. ഗവർണർ പദവി വാസ്തവത്തിൽ ആവശ്യമില്ലാത്ത പദവിയാണെന്നാണ് CPIയുടെ നിലപാട്. ആ പദവി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ മേൽ ഇഷ്ടം പോലെ കടന്നു കയറാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഉപകരണമായിട്ട് നിരന്തരം മാറ്റപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഒരു ആരോഗ്യമുള്ള ഫെഡറൽ സംവിധാനത്തിന് ഗവർണർ പദവി ആവശ്യമുള്ള ഒന്നല്ല. രാജ്ഭവനിലുണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രതികരിച്ചു. വിവാദത്തിൽ രാജ്ഭവനിൽ നിന്ന് പുതിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 24 തിരുവനന്തപുരം. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയമായി ക്ഷേമ പെൻഷൻ കുടിശ്ശിക. UDF കാലത്ത് പെൻഷൻ കുടിശ്ശിക തീർത്തതിന് തെളിവ് ആവശ്യപ്പെട്ട് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് രംഗത്ത്. സമയത്ത് പെൻഷൻ കൊടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ തരക്കേടില്ല എന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചടി. ചില ക്ഷേമ പെൻഷനിൽ മാത്രമാണ് കുടിശ്ശികയുള്ളതെന്ന് LDF സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ പ്രതിരോധം. തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നത് കൈക്കൂലിയാണെന്ന KC വേണുഗോപാലിന്റെ പരാമർശമാണ് പെൻഷൻ വിഷയം നിലമ്പൂരിൽ പ്രചരണ വിഷയമാകാൻ കാരണം. വികസന ക്ഷേമ രാഷ്ട്രീയം ചർച്ചയാക്കാൻ പറ്റിയ അവസരമായി കണ്ട CPM നേതൃത്വം UDF കാലത്തെ കുടിശ്ശികയുടെ കണക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. പെൻഷൻ വിഷയത്തിൽ ബഹുജന സംഘടനകൾ രംഗത്തിറക്കി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചാണ് CPMന്റെ രാഷ്ട്രീയ നീക്കം. നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും അറിയാം, ഈ പെൻഷൻ നേരത്തിന് കൊടുക്കാത്തതിൽ റെക്കോർഡിട്ട് അവർ ഭരണം ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഇത് ഒരിക്കലും കൊടുക്കില്ല. അധികാരം വിട്ടൊഴിഞ്ഞു പോയ ഇതിനു മുമ്പുള്ള UDF ഗവൺമെന്റ് 18 മാസക്കാലത്തെ പെൻഷനാണ് കൊടുക്കേണ്ടിരുന്നത്. 18 മാസം. ഇടതുകാലത്തെ കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയാണ് UDFന്റെ പ്രത്യാക്രമണം. മറ്റു വിഷയങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് KC വേണുഗോപാലിന്റെ പരാമർശം ആളിക്കത്തിക്കാൻ നോക്കുന്നതെന്നും ഐക്യമുന്നണി നേതൃത്വം തിരിച്ചടിക്കുന്നു. അവർക്ക് ഒരു ആത്മവിശ്വാസം നിലമ്പൂരിൽ തോന്നാത്തത് കൊണ്ട് വീണ് കിട്ടിയ വല്ല വിഷയം ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് ഈ പെൻഷൻ കൊണ്ട് നടക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പെൻഷൻ സംബന്ധിച്ചുള്ള മുഖം ഇപ്പോൾ അത് സമയത്തിന് കൊടുക്കാത്ത ഗവൺമെൻറ് എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന UDF വാദത്തെ പ്രതിരോധിക്കാൻ LDF സ്ഥാനാർത്ഥിയും ശക്തമായി രംഗത്തുണ്ട്. UDFന്റെ അവസാന കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ പെൻഷനും കൊടുത്തിട്ടില്ല. അത് LDF ആണ് കുടിശ്ശിക തീർത്തത്. ഭാഗികമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും ബോധപൂർവം കളവ് പറയുന്നതും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല. സത്യത്തിൻ്റെ വഴിയിലേക്ക് സാവധാനമെങ്കിലും കടന്നു വരൂ സഹോദരന്മാരെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. 2014 സെപ്റ്റംബർ മുതൽ കുടിശ്ശികയായിരുന്ന പെൻഷൻ തുക വിതരണം ചെയ്തതിന് തെളിവ് കാണിക്കാൻ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. 2014 ഓഗസ്റ്റിൽ ഓണം പ്രമാണിച്ച് തപാൽ വഴി വിതരണം ചെയ്ത പെൻഷൻ എത്ര പേർക്ക് കിട്ടിയെന്നതിന് തെളിവുണ്ടോ എന്നും ഐസക് ചോദിക്കുന്നു. 24 തിരുവനന്തപുരം. ബക്രീദ് അവധിയിലെ ആശയക്കുഴപ്പത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് സർക്കാർ നിലപാടെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. എല്ലാറ്റിലും വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുകയാണ് UDF എന്ന് CPIM ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ പുതിയ ചർച്ചയാവുകയാണ് അവധി വിവാദം. ഒഴിവാക്കാമായിരുന്ന ആശയക്കുഴപ്പം വിവാദത്തിലെത്തിച്ചത് സംസ്ഥാന സർക്കാരാണ്. ബക്രീദ് അവധി കലണ്ടറിൽ വെള്ളിയാഴ്ചയായിരുന്നു. ശനിയാഴ്ചയാണ് ബക്രീദ് എന്ന് മതപണ്ഡിതർ അറിയിച്ചിട്ട് ദിവസം 10 കഴിഞ്ഞു. അവസാന മണിക്കൂറിൽ വെള്ളിയാഴ്ചയിലെ അവധി ശനിയാഴ്ചയാക്കി സർക്കാർ അറിയിപ്പ്. ഇതോടെ ആശയക്കുഴപ്പം ശക്തമായി. രാത്രിയായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി എന്ന പ്രഖ്യാപനമെത്തി. പൊതു അവധി റദ്ദാക്കിയതിൽ മാറ്റവുമില്ല. ഇതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. നേരത്തെ വെള്ളിയാഴ്ച ഒഴിവ് കൊടുത്താണ്, സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ഒഴിവ് കൊടുത്താണ്. ഒരു ആവശ്യമില്ലാതെ ഇന്നലെ അത് റദ്ദാക്കിയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുക, അവരോട് എന്തോ പ്രതികാരം നിർവഹിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത്. പ്രതിപക്ഷം വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നുവെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M. സ്വരാജും CPIM നേതാക്കളും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ, അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത്. ഓരോന്നിൻ്റെയും മെല്ലെ മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും. അത് വേഷമാണ്. വിവാദം അനാവശ്യമായി വരുത്തിവെച്ചതെന്ന ചിന്തയാണ് നിരവധി ഇടതു നേതാക്കൾക്ക്. വീഴ്ചയ്ക്ക് കുറ്റപ്പെടുത്തുന്നത്
പൊതുഭരണ വകുപ്പിനെയും. പ്രതിപക്ഷമാകട്ടെ വീണുകിട്ടിയ അവസരമായാണ് അവധി വിവാദത്തെ കാണുന്നത്. 24 നിലമ്പൂർ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.